പശ്ചിമേഷ്യൻ യുദ്ധം ഇന്ന് ലോകത്തെ ആകെ ഭയപ്പെടുത്തിയിരിക്കുന്നു. ആഗോളതലത്തിൽ ക്രൂഡ് ഓയിലിന്റെ 20% കടന്നുവരുന്ന ഹോർമൂസ് കടലിടുക്ക് അടയ്ക്കപ്പെട്ടതോടെ നിരവധി രാജ്യങ്ങളിൽ ഇന്ധനക്ഷാമം അനുഭവപ്പെട്ടു തുടങ്ങി. നമ്മുടെ രാജ്യത്തും ഇന്ധനക്ഷാമം നിലനിൽക്കുന്നു. അതിനെ തരണം ചെയ്യാനുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇന്ന് നാം നോക്കാൻ പോകുന്നത് അമേരിക്ക ഉൾപ്പെടെയുള്ള മറ്റു രാജ്യങ്ങളിൽ ഈ ഇന്ധന പ്രതിസന്ധി ഏതെല്ലാം രീതിയിലാണ് ബാധിച്ചത് എന്നാണ്. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാനും മറക്കരുത്. ഈ യുദ്ധം അമേരിക്കയിൽ ഉൾപ്പെടെ പെട്രോളിന്റെ വില കുതിച്ചുയരുന്നതിന് കാരണമായി. യുദ്ധത്തിനു മുമ്പ് അമേരിക്കയിൽ പെട്രോളിന്റെ ശരാശരി വില എന്ന് പറയുന്നത് $2.98 പെർ ഗ്യാലൻ ആയിരുന്നു. എന്നാൽ ഇന്നത് $4.48 മുതൽ $4.54 പെർ ഗ്യാലൻ വരെ എത്തി നിൽക്കുന്നു. മറ്റു രാജ്യങ്ങളുടെ സ്ഥിതിയും വ്യത്യസ്തമല്ല. കാനഡയിൽ പെട്രോൾ വില വർദ്ധിച്ചതോടെ പൊതുഗതാഗത സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തുവാനുള്ള നിർദ്ദേശം വന്നിട്ടുണ്ട്. കൂടാതെ ദൂരപ്രദേശങ്ങളിലേക്കുള്ള ഗതാഗത ചിലവ് വർദ്ധിച്ചതോടെ ഭക്ഷ്യവസ്തുക്കളുടെ വിലയിലും വർധനവ് ഉണ്ടായി. യുദ്ധം ആരംഭിച്ചതോടെ ജെറ്റ് ഫ്യൂവൽ നിരക്ക് 70% മുതൽ 100% വരെ വർദ്ധിച്ചതോടെ അമേരിക്കയിൽ ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് ടിക്കറ്റ് നിരക്ക് 20%-ഓളം ഉയരുകയുണ്ടായി. ജപ്പാനാകട്ടെ LNG ഇറക്കുമതിയിൽ വൻ പ്രതിസന്ധിയാണ് നേരിടുന്നത്. കൂടാതെ ഫാക്ടറികളിലെ വൈദ്യുതി ഉപയോഗം കുറയ്ക്കാനുള്ള നടപടികൾ സ്വീകരിക്കുകയും രാത്രികാലങ്ങളിൽ വൈദ്യുതി ഉപയോഗം പരമാവധി കുറയ്ക്കുകയും ചെയ്യുന്നു. അമേരിക്കയിൽ പെട്രോൾ വില വർദ്ധിച്ചതോടെ ചരക്ക് ഗതാഗത ചെലവ് 15% മുതൽ 25% വരെ വർദ്ധിച്ചു. കൂടാതെ അമേരിക്കയിലെ പല ഷിപ്പിംഗ് ഡെലിവറി കമ്പനികളും അധിക ഇന്ധന ചെലവ് ഈടാക്കാൻ തുടങ്ങി. അങ്ങനെ ഈ യുദ്ധം ലോകത്തിലെ വിവിധ രാജ്യങ്ങളിൽ നിരവധി പ്രത്യാഘാതങ്ങളാണ് സൃഷ്ടിക്കുന്നത്.